ക്രിസ്തുവിനാൽ അനുഗ്രഹീതരായ പ്രിയ സഹോദരന്മാരെ, ഏവർക്കും കർത്താവ് യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നാം ഇന്ന് ചിന്തിക്കുന്നത് പുതിയ നിയമത്തിന്റെ പകുതിയിൽ കൂടുതൽ എഴുതിയ പൗലോസ് അപ്പോസ്തലനെ കുറിച്ചാണ്. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 1 മുതൽ 6 വരെ നോക്കുമ്പോൾ പൗലോസ് കർത്താവിന്റെ ശിഷ്യന്മാർക്കെതിരെ വധഭീഷണി മുഴക്കിക്കൊണ്ടിരുന്നു. അവൻ നിസ്സംഖനായിരുന്നില്ല, അവൻ അക്രമശക്തനായിരുന്നു. എന്നാൽ സഭയെ പീഡിപ്പിക്കാനായി അധികാരപത്രവുമായി ദമാസ്കസിനെ സമീപിക്കുമ്പോൾ ആകാശത്തു നിന്നും ഒരു വെളിച്ചം അവന്റെ മേൽ പതിച്ചു. ആ വെളിച്ചം കർത്താവായിരുന്നു. കർത്താവ് അവനോട് ചോദിച്ചു, ശൗലേ ശൗലേ, നീ എന്നെ പീഡിപ്പിക്കുന്നതെന്ന്? അവൻ ചോദിച്ചു, കർത്താവേ, അങ്ങ് ആരാണ്? നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാകുന്നു ഞാൻ. ഹല്ലേലൂയ. പ്രിയ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ, ദൈവസന്നിധിയിൽ നിന്നും നിങ്ങൾ വളരെ അകലെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ വളരെ പാപികളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പൗലോസ് വെറും പാപിയായിരുന്നില്ല. അവർ ക്രിസ്തു ശിഷ്യന്മാരുടെ ശത്രുവായിരുന്നു. അവരെ കൊല്ലുവാനും പീഡിപ്പിക്കുവാനും അവസരം കാത്ത് നടന്നവനായിരുന്നു. ശൗൽ ആരാണെന്ന് മാത്രമല്ല, ശൗൽ ആരായി തീരുമെന്നും കർത്താവിന് അറിയാമായിരുന്നു. പുതിയ നിയമത്തിന്റെ പകുതിയിൽ കൂടുതൽ രചയിതാവ് പൗലോസ് അപ്പോസ്തലനാണ്. അങ്ങനെ പൗലോസിനെ കർത്താവ് സഭയുടെ അപ്പോസ്തലനായി ഉയർത്തി. നാം എത്ര പാപിയായാലും, നാം എത്ര പാപിയാണെങ്കിലും ദൈവസന്നിധിയിൽ നിന്നും നാം എത്ര അകലെയാണെങ്കിലും ദൈവത്തിന് ഒരു നിമിഷം മതി നമ്മുടെ പാപങ്ങളെ മോചിപ്പിച്ച് സ്വന്തം മകളായി സ്വീകരിക്കാൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 7 മുതൽ 14 വരെ വായിക്കുമ്പോൾ പൗലോസ് പറയുന്നു, എനിക്ക് ലാഭമായിരുന്നതെല്ലാം ക്രിസ്തുവിന് വേണ്ടി ഞാൻ നഷ്ടമായി കണക്കാക്കുന്നു. ഹല്ലേലൂയ. അവൻ ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പ് അവന്റെ ജീവിതം അവന് ലാഭമായിരുന്നു. അവൻ സെൽഫിഷായിരുന്നു. എന്നാൽ കർത്താവിനെ അറിഞ്ഞതിന് ശേഷം അവന്റെ ജീവിതം നഷ്ടമായി തോന്നി. അവന്റെ ജീവിതം അവൻ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്നു. ഹല്ലേലൂയ. പങ്കുവയ്ക്കുന്നവനായി മാറി. അങ്ങനെ അവന്റെ ജീവിതം അവന് നഷ്ടമായി മാറിയെങ്കിലും ഹല്ലേലൂയ, സ്വർഗ്ഗരാജ്യത്ത് അവന്റെ നിക്ഷേപം അവൻ കൂട്ടിക്കൊണ്ടേയിരുന്നു. 2 തിമോത്തി 4:7 പൗലോസ് ഇപ്രകാരം പറയുന്നു, ഞാൻ നല്ല പോരാട്ടം പൊരുതി, എന്റെ ഓട്ടം ഞാൻ പൂർത്തിയാക്കി, വിശ്വാസം കാത്തു സൂക്ഷിച്ചു. സുവിശേഷം നിമിത്തം വളരെയേറെ പീഡകൾ അനുഭവിച്ചവനാണ് പൗലോസ്. അവസാനം പറയുകയാണ്, നല്ലപോലെ പൊരുതി, എന്റെ ഓട്ടം തികച്ചു, എന്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു. നാം എങ്ങനെ വിശ്വാസം തുടങ്ങിയെന്നല്ല, നാം എങ്ങനെ നമ്മുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നു, അതെങ്ങനെ പൂർത്തീകരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ശൗലെന്ന പൗലോസിനെ പോലെ നല്ല ഓട്ടം ഓടി, നല്ലപോലെ പൊരുതി, വിശ്വാസം കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിനായി അവിടുത്തെ ആത്മാവിനെ അയച്ച് ഞങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി കർത്താവേ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.